പ്രേമം സിനിമയുടെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയത് സെൻസർ ബോർഡ് ആസ്ഥാനത്ത് നിന്ന് കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിലെ 3 താൽക്കാലിക ജീവനക്കാരെ ആന്റി പൈറസി സെൽ അറസ്റ്റ് ചെയ്തു. സിനിമ അനധികൃതമായി പ്രചരിപ്പിച്ച കുറ്റത്തിന് ഒരു വനിതയടക്കം നിരവധി പേരെ കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് സൂചന. നെടുമങ്ങാട് സ്വദേശികളായ അരുൺകുമാർ, ലിഥിൻ, കോവളം സ്വദേശി കുമാരൻ എന്നിവരാണ് അറസ്റ്റിലായത്. സെൻസർ ബോർഡ് ആസ്ഥാനത്തെത്തുന്ന ഡിവിഡികളുടെ കൃത്യത ഉറപ്പുവരുത്തുകയായിരുന്നു അരുൺകുമാറിന്റെ ചുമതല. പ്രേമത്തിന്റെ ഡിവിഡി എത്തിയ 18-ന് തന്നെ ലാപ്ടോപ്പിലിട്ട് പകർത്തിയ ശേഷം പെൻഡ്രൈവിലേക്ക് മാറ്റി. ലിഥിൻ, കുമാരൻ എന്നിവർക്കും അരുൺ ചിത്രം പകർത്തി നൽകി. അരുൺ കാച്ചാണിലുള്ള സുഹൃത്തിന് നൽകിയതോടെയാണ് ചിത്രം പുറത്തേക്കെത്തിയത്. ഇവിടെ നിന്നും CD ഗൾഫിലേക്ക് പോയി. അവിടെ വെച്ച് കടക്കൽ സ്വദേശി പകർത്തിയ ശേഷം പ്രതിശ്രുത വധുവിന് നൽകി. തുടർന്ന് യുവതിയിലൂടെയാണ് കൊല്ലത്ത് അനധികൃത പതിപ്പ് പ്രചരിച്ചത്. യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ കൈമാറി വന്ന ദൃശ്യങ്ങളാണ് ആദ്യം അറസ്റ്റിലായ വിദ്യാർത്ഥിക്ക് ലഭിച്ചത്. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി ആന്റി പൈറസി സെൽ SP പ്രതീഷ് കുമാർ പറഞ്ഞു. Their confession statements, the statements of the other witnesses and approvers, plus the evidences collected in the form of the digital bits and bytes stored in the laptops and all, we have recovered them also. പകർപ്പവകാശ ലംഘനം, സർക്കാർ സേവനത്തിലിരിക്കെ വിശ്വാസവഞ്ചന കാട്ടുക തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ബുധനാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രേമത്തിനു പുറമെ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ മറ്റു സിനിമകളും അരുൺ പകർത്തിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇയാൾ ധനസമ്പാദനം നടത്തിയിട്ടുണ്ടോ എന്നറിയുന്നതിനായി അക്കൗണ്ടുകൾ പരിശോധിക്കും. സെൻസർ ബോർഡിലെ മറ്റുദ്യോഗസ്ഥർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നു. റീജിയണൽ ഓഫീസർ ഡോക്ടർ പ്രതിഭയടക്കമുള്ളവരുടെ ലാപ്ടോപ്പും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. MS അനീഷ് കുമാർ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.